ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ജാനുവരി 27 തിങ്കളാഴ്ച, പ്രദോഷം. പ്രദോഷവ്രതം നമ്മൾ എടുക്കുന്നത് ശിവഭഗവാന്റെ പ്രീതിക്കായിട്ടാണ്. ഇത്തവണത്തെ പ്രദോഷം തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വളരെയധികം പുണ്യദായകമാണ്. കാരണം തിങ്കളാഴ്ച ഭഗവാൻ മഹാദേവന് പ്രിയപ്പെട്ട ദിനമാണ്. എങ്ങനെയാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത്? എന്തിനാണ് പ്രദോഷവ്രതം എടുക്കുന്നത്? ആർക്കൊക്കെ പ്രദോഷവ്രതം എടുക്കാം? ഇതൊക്കെ നമുക്ക് നോക്കാം. ഒരു മാസത്തിൽ 2 പ്രദോഷങ്ങളുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ പലപ്പോഴും 2 പ്രദോഷവും എടുക്കാനായി സാധിക്കുകയില്ല. പക്ഷേ പുരുഷന്മാർക്ക് 2 പ്രദോഷവും എടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ 2 പ്രദോഷവും എടുക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അതല്ല, ഏതെങ്കിലും ഒന്നായാലും മതി. അതൊക്കെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ തീരുമാനിക്കുക. എന്തു തന്നെയായാലും പ്രദോഷ ദിവസം ഭഗവാൻ പരമശിവനെ സന്ധ്യാസമയത്ത് നിർബന്ധമായും പ്രാർത്ഥിച്ചിരിക്കണം. കാരണം പ്രദോഷ സന്ധ്യാസമയത്തെ പ്രാർത്ഥന വലിയ ഫലസിദ്ധിയാണ് പ്രദാനം ചെയ്യുന്നത്. എന്തിനാണ് പ്രദോഷവ്രതം എടുക്കുന്നത്? മഹാദേവ പ്രീതിക്കായിട്ടാണ് പ്രദോഷവ്രതം എടുക്കുന്നത്. മഹാദേവൻ്റെ മാത്രമല്ല, മഹാദേവിയുടെയും അനുഗ്രഹം ധാരാളമായി നമുക്ക് ലഭിക്കും. പ്രദോഷവ്രതത്തിൻ്റെ കഥ എന്താണ്? എന്തുകൊണ്ടാണ് ഈ ദിവസത്തെ പ്രദോഷം എന്ന് പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, പാലാഴി മഥനം നടക്കുകയാണ്. ആ സമയത്ത് മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുകയാണ്. ആ സമയത്താണ് മന്ധരപർവ്വതം താഴോട്ട് ഇരുന്നതും ഭഗവാൻ നാരായണൻ കൂർമ്മരൂപത്തിൽ അവതരിച്ചതുമൊക്കെ. ആ സമയത്ത് വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണമുണ്ടാകുന്നു. ദേവന്മാരും അസുരന്മാരും 2 ഭാഗത്തു നിന്നും വലിക്കുകയാണ്. തലഭാഗത്ത് അസുരന്മാരും വാൽഭാഗത്ത് ദേവന്മാരും നിന്ന് ബലത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടയുകയാണ്. അതൊരു ബുദ്ധിമുട്ടാണ് വാസുകിക്ക്. അതുപോലെ തന്നെ മന്ധരപർവ്വതത്തെ ചുറ്റിയാണിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരമൊക്കെ ഇങ്ങനെ വേദനിച്ച് പൊട്ടാനൊക്കെ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണം വരികയും തല കറങ്ങുന്നത് പോലൊക്കെ തോന്നുകയും ഛർദ്ദിക്കാനായി പോവുകയും ചെയ്യുന്നു. ഛർദ്ദിക്കുന്നത് എന്താണ്? കാളകൂടവിഷം. കാളകൂടവിഷത്തിൻ്റെ ഒരു തുള്ളി താഴോട്ട് വീണാൽ 14 ലോകങ്ങളും നശിക്കും. അത്ര വലിയ കൊടിയ വിഷമാണ് കാളകൂടവിഷം. വാസുകിക്ക് ഛർദ്ദിക്കാനായി വരുന്നു. കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചു വരുന്നു. ആ സമയത്ത് പോലും, അതായത് ഛർദ്ദിച്ചില്ല, ഛർദ്ദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ കൂടിയിരുന്ന ദേവന്മാർക്കും സപ്തർഷികൾക്കും മറ്റു ഋഷീശ്വരന്മാർക്കും മനുഷ്യലോകത്തിലുള്ള മനുഷ്യർക്കും അസുരന്മാർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ശ്വാസം മുട്ടാൻ തുടങ്ങി. അപ്പോൾ ഛർദ്ദിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? എങ്ങനെയും ഈ ലോകത്തെ രക്ഷിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാദേവൻ ആ കാളകൂട വിഷത്തെ തൻ്റെ തൃക്കരത്തിൽ ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം ഭഗവാൻ ഈ വിഷം ഭക്ഷിക്കുകയാണ്. അങ്ങനെ ആ വിഷം അദ്ദേഹത്തിൻ്റെ കണ്ഠത്തിൽ ഉറച്ചു പോയതുകൊണ്ടാണ് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്ന് പേര് കിട്ടിയത്. പക്ഷേ വിഷമാണ് ഭഗവാൻ ഭക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു ക്ഷീണം ഉണ്ടാകുന്നു. അതുകൊണ്ട് മഹാദേവൻ ശ്രീ പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് മയങ്ങുന്നു. ആ സമയം ഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് സകല ദേവീദേവന്മാരും അവിടെ സന്നിഹിതരായെന്നും അവരെല്ലാം
ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു എന്നാണ് പറയുന്നത്. മയക്കമൊക്കെ വിട്ട് ശ്രീ പരമേശ്വരൻ എഴുന്നേൽക്കുന്നു. അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത് ഒരു ത്രയോദശി സന്ധ്യയിലായിരുന്നു. ആ ത്രയോദശി സന്ധ്യയിൽ ഭഗവാൻ ഉണർന്നെഴുന്നേൽക്കുകയും മഹാദേവൻ ആനന്ദ നടനം ആടി എന്നുമാണ് പറയുന്നത്. അദ്ദേഹം നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനം ആടി എന്നും പറയുന്നു. ആ സമയം പാർവതീദേവി വളരെയധികം സന്തോഷിച്ചു. സരസ്വതീദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സരസുകൾ നൃത്തം ചെയ്തു, സകല ദേവീദേവന്മാരും സന്തോഷിച്ചു. ഭഗവാൻ പരമശിവനെ എല്ലാവരും വാഴ്ത്തി സ്തുതിച്ചു. അദ്ദേഹം ഉണർന്നെഴുന്നേറ്റത് ഒരു പ്രദോഷ സന്ധ്യാകാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രദോഷ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രദോഷ സന്ധ്യാദിവസം ഏതൊരുവൻ എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിച്ചാലും അവിടെയെല്ലാം സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യം ഉണ്ടാകുമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രദോഷ ദിവസം നമ്മൾ ഏറ്റവും ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കേണ്ടത് സന്ധ്യയിലാണ്. സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലസിദ്ധി കൈവരുന്നത്. അതുപോലെ തന്നെ അന്നേ ദിവസം പരമശിവന് ധാര നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. ഭഗവാന് വഴിപാടുകൾ കഴിപ്പിക്കുമ്പോൾ ദേവിക്കും കൂടി വഴിപാടുകൾ കഴിപ്പിക്കുക. ദേവിക്ക് ദീപമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഭഗവാനെയും ഭഗവതിയെയും ഒരേപോലെ തന്നെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ടതാണ് ഈ ദിവസം. ധാരയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ മഹാദേവൻ്റെ തിരുനാമത്തിൽ അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. മഹാദേവൻ തിരുവാതിര എന്ന പേരിൽ അർച്ചന ചെയ്താൽ നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കും. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലാണോ ഈ വിധം അർച്ചനകൾ ചെയ്യുന്നത് ആ ക്ഷേത്രത്തിലെ ശക്തിവിശേഷത്തിന് കൂടുതൽ ശക്തി കൈവരും. അപ്പം ഇതൊക്കെയാണ് പ്രദോഷവ്രതത്തെപ്പറ്റി പൊതുവായി അറിയാനുള്ളത്. ഇനി എങ്ങനെയാണ് പ്രദോഷവ്രതം ആചരിക്കേണ്ടത്? തലേ ദിവസം ഒരിക്കലുണ്ണുക. പ്രദോഷ ദിവസം രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കുക. സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥനയ്ക്കു ശേഷം കരിക്ക് പൂജിച്ച് മേടിച്ച് ആ വെള്ളം കുടിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. പഴങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെയോ ഭഗവാന് സമർപ്പിച്ചിട്ട് അതും പൂജിച്ച് മേടിച്ചിട്ട് നമുക്ക് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നമുക്ക് ഭക്ഷിച്ച് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ചോറുണ്ണാം, അരിഭക്ഷണം കഴിക്കാം. ചോറും മോരും ഉള്ളി ചേർക്കാത്ത ചമ്മന്തിയുമൊക്കെ കൂട്ടി നമുക്ക് ചോറുണ്ണാം. പിറ്റേ ദിവസം രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നെങ്കിൽ ചെയ്യുക. പറ്റിയില്ലെങ്കിലും ദോഷമൊന്നുമില്ല. കാരണം സന്ധ്യാസമയത്തോടു കൂടി തന്നെ നമ്മുടെ വ്രതം അവസാനിച്ചു കഴിഞ്ഞു. ഒരു പകലും ആ സന്ധ്യാപ്രാർത്ഥനയും. മഹാക്ഷേത്രങ്ങളിൽ പ്രദോഷ പൂജകളുണ്ട് ദീപാരാധനയ്ക്ക് ശേഷം. അത് കണ്ടു തൊഴുന്നതും വളരെയധികം ഉത്തമമാണ്. ഇനി ആരോഗ്യം അനുവദിക്കാത്ത ആളുകൾ കാണും. ഭക്ഷണം കഴിക്കാതെ ഒരു പകൽ മുഴുവൻ ഇരുന്നാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ കാണും. അങ്ങനെയുള്ളവർക്ക് പാലും പഴങ്ങളും കഴിക്കാം. അങ്ങനെ കഴിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അരിയും ഗോതമ്പോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നുമോ കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. ഇനി കഠിനമായ മരുന്നുകളൊക്കെ എടുക്കുന്നു, ഗർഭിണികളാണ്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവരാണ്, അങ്ങനെയുള്ളവർ അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് മറ്റു ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം. സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം
അരിഭക്ഷണം കഴിക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചിട്ട് നമ്മുടെ വ്രതത്തെ ക്രമപ്പെടുത്തുക. അരിഭക്ഷണം എന്തായാലും രാവിലെ മുതൽ സന്ധ്യ വരെ ഒഴിവാക്കുക. മറ്റെന്തെങ്കിലുമൊക്കെ ലഘുവായി കഴിക്കാം. ഓട്സോ ഉപ്പുമാവോ അതല്ലെങ്കിൽ റാഗിയോ ഏത്തപ്പഴമോ. കുഞ്ഞുങ്ങൾക്കൊക്കെ പാല് കൊടുക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ക്ഷീണം വരും ആഹാരം കഴിക്കാതെ ഇരുന്നാൽ. അവർക്കും വ്രതമെടുക്കാം. അതിലൊന്നും യാതൊരു ദോഷവുമില്ല. പക്ഷേ രാവിലെ മുതൽ സന്ധ്യ വരെ അരിഭക്ഷണം ഒഴിവാക്കിക്കൊള്ളുക. അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഉപവസിക്കാൻ സാധിക്കുന്നവരൊക്കെ രാവിലെ മുതൽ സന്ധ്യ വരെ ഉപവസിക്കുക. പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. സന്ധ്യാസമയത്ത് ശ്രീ പാർവതീ ദേവിയെയും മഹാദേവനെയും പ്രാർത്ഥിക്കുക. പ്രദോഷ സന്ധ്യാകാലത്ത് ആര് എവിടെ ഇരുന്നു പോലും നമഃശിവായ മന്ത്രം ജപിച്ചാലും അവിടെയൊക്കെ സകല ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലസിദ്ധിയുണ്ട്. കാരണം സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം നമുക്കുണ്ടാകും. അതുപോലെ തന്നെ എല്ലാവരും വളരെയധികം സന്തോഷിച്ചിരിക്കുന്ന സമയമാണ്. ഭഗവാൻ പരമശിവനെ അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന രൂപം എന്ന് പറയുന്നത് നടരാജ രൂപമാണ്. ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പം ഇതൊക്കെയാണ് പ്രദോഷത്തെപ്പറ്റി പ്രധാനമായും പറയാനുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും പ്രദോഷവ്രതം അനുഷ്ഠിക്കാനായി ശ്രമിക്കുക. അതല്ലെങ്കിൽ നാമജപമെങ്കിലും ചെയ്യുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.